പഠിക്കാൻ പറഞ്ഞിട്ട് മാഷന്മാരെ നമ്മൾ പഠിപ്പിക്കില്ലേ, വയസ്സ് നിനക്ക് ഇത്ര ആയിക്കോട്ടെ, നീ പഠിച്ചിട്ടില്ലേ, നീ പഠിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളെ ശരിക്കും മോൾഡ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. അതെനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സേനനെ കണ്ടു, CS-നെ കണ്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അഭിനയിച്ചിട്ടുള്ളൂ, പക്ഷെ നമ്മൾ അഭിനയിപ്പിച്ച് നമ്മളെ രംഗത്തേക്ക് കൊണ്ടുവന്നത് സാറിന് കിട്ടിയ സാധനം, വേണ്ടുന്ന സാധനം കിട്ടിയിട്ടേ സാർ അവിടെ വിടണല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് ടേക്ക് എടുപ്പിച്ച ഒരു സീൻ ഏതായിരുന്നു? അങ്ങനെയാണെങ്കിൽ ദിവസം ഒരു 45 ടേക്ക് എടുത്തോണ്ടിരിക്കേണ്ടത്. അഞ്ചു എന്താ അഞ്ചു, അതല്ല അഞ്ചു ഞാൻ ഉദ്ദേശിച്ചത്, വീണ്ടും അഞ്ചു അതന്നെ. അല്ല, ഇന്നത്തെ ചിന്താ വിഷയം നിസ്സംഗത. എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി നിസ്സംഗത എന്താണെന്ന്. ഞാൻ ശരി, ഞാൻ പോയി നിസ്സംഗത കാണിച്ചു. എനിക്കൊന്നും അറിയാൻ വേണ്ടിട്ടാ. സാറ് ഉദ്ദേശിച്ച നിസ്സംഗത അതായിരുന്നില്ല. നിസ്സംഗത എന്ന് പറഞ്ഞാൽ എന്താണ് സാറ് പറഞ്ഞു തന്നല്ലോ, എന്നാ പിന്നെ അത് പറഞ്ഞൂടെ? ഒരു അവസ്ഥ, അതായത് ഹസ്ബൻഡിനെ കാണുന്ന സിറ്റുവേഷൻ. ഇയാളെന്നെ ചതിച്ചിട്ട് പോയ ഒരാളാണ്, എന്റെ മക്കളെ എന്നിൽ നിന്ന് പറിച്ചെടുത്തു, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ. എല്ലാം തിരിച്ചറിഞ്ഞു. ഒറ്റ നിസ്സംഗതയുള്ളോ ഈ നിസ്സംഗത, ഇതിന്റെ അപ്പുറം വേറെ ഒന്നും കാണാനില്ല. ആള് എന്നിട്ട് ആരും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. 10 മണിക്ക്, ഇന്ന് 5 ആണ് അതിന്റെ കാരണം. 10 മണിക്ക് ബ്രേക്ക് ചെയ്തേ. എക്സ്ക്യൂസ് മീ, ഒരു സാധനം ഞാൻ ഇട്ടു വന്നു എന്ന് പറഞ്ഞിട്ട് അതില് പൊങ്കാല എന്നാ വീണക്ക് നിസ്സംഗത കാണിച്ചു. അല്ല, നിസ്സംഗത അല്ല, ചേഞ്ച് ദ ടോപ്പിക്. എങ്കിൽ നമുക്ക് ദുഃഖം കാണിക്കാം. ഇത് ഹാരിസന്റെ കാട്ടി സ്ക്രീൻ ടെസ്റ്റ് ആണല്ലോ. കുട്ടി ബ്രേക്കിന് വന്നിരിക്കുകയാണ്. ഇനി എന്നെ അഭിനയിപ്പിക്കരുത്. അല്ല എന്തൊക്കെ പറഞ്ഞാലും 5 ഫ്രെയിമിൽ വന്നാൽ അതൊരു വേറെ ലെവലാണ്. അതൊരു നിസ്സംഗത തന്നെ, അതിന് ഒരു മാറ്റമില്ല. ഇന്നത്തെ ചിന്താവിഷയം നിസ്സംഗത. ഇങ്ങനെ ഓരോ സാറിന്റെ വൊക്കാബുലറി പറയുമ്പം ആക്ച്വലി എന്റെ മലയാളം ഗ്രാമർ ഇച്ചിരി മോശമാണ്. ഓക്കെ, അപ്പം പറ അടുത്ത കൗണ്ടർ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് സാറ് അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുമ്പം എന്നിട്ട് ചോദിക്കും, സാർ അഞ്ചിട്ട് മനസ്സിലായോ? അപ്പം ഞാൻ പറയാം മനസ്സിലായി, പക്ഷെ ഔട്ട്പുട്ട് ഭയങ്കര ഭീകരമായിരിക്കും. അങ്ങനെ എടുപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്കങ്ങനെ നിസ്സംഗത പുതിയ ചേട്ടന് കിട്ടിയത് എനിക്ക് നിസ്സംഗതയില്ലായിരുന്നു. ഞാനത് ജോയിൻ ചെയ്ത സമയത്ത് എന്നോട് പറയുന്ന സമയത്ത് ഞാൻ സത്യത്തിൽ പേടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് വന്ന് പറഞ്ഞത് എന്താ അതിന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാരക്ടറിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ എപ്പിസോഡ് മുതൽ നമ്മുടെ ഈ CS എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ജനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിരിക്കുക, വന്നിറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വരുന്നു, മകളുടെ ഡെലിവറിയാണ്, മകൾ ബൈക്കിൽ വരുന്നു, മകളുടെ പെയിൻ വന്നു, മകൾ നിൽക്കുന്നു, അങ്ങനെ അച്ഛൻ വരുന്നു. അച്ഛനാന്നുള്ള ഓഡിയൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി ആർക്കും അറിയില്ല. വന്ന് വണ്ടി കൊണ്ട് നിർത്തി മകളെടുത്ത് നേരെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. ആശുപത്രി നേരെ പ്രസവിക്കാൻ പറ്റുന്ന സമയത്ത് ഡോക്ടർ വന്ന് ബ്ലഡ് ഇല്ലാന്ന് പറയുന്നു. നിങ്ങളെ ബ്ലഡ് കൊടുക്കുന്നു, ഭയങ്കര സാറ്. ഹലോ, എക്സ്ക്യൂസ് മീ, ഇത് ടെലികാസ്റ്റ്